ആരാണ് ആദ്യമായി യോഗ ആരംഭിച്ചത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. യോഗയുടെ ഏറ്റവും പഴയ രൂപം ഏതാണ്? ഉത്തരം വേദയോഗ. നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനമാണ് യോഗ. ഇത് പറഞ്ഞതാര്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്ര UN അംഗരാജ്യങ്ങൾ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നു? ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 177 എണ്ണം. ഒരു സൂര്യ നമസ്കാരത്തിൽ എത്ര ഘട്ടങ്ങളുണ്ട്? 12. അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 21. ലഹരി വർജനം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയുടെ പേര്? വിമുക്തി. ഏതു വർഷമാണ് കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചത്? ഉത്തരം 1999. ബ്രൗൺ ഷുഗറി ദിനം നിറം എന്താണ്? ഉത്തരം വെള്ള. അമിത മദ്യപാനം ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം കരൾ. 2024 ജൂണിൽ തമിഴ്നാട്ടിലെ എവിടെയാണ് മദ്യം ദുരന്തം നടന്നത്? ഉത്തരം കല്ലുറിച്ചി. അമിത മദ്യപാനം മൂലം ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേര്? ലിവർ സിറോസിസ്. സ്കൂൾ വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 19. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ച വർഷം? 2013. ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏത്? ഹൃദയം. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം ഏത്? സ്വർണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? കണ്ണൂർ. ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ചെമ്പരത്തിപ്പൂവ്? മലേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം? റഷ്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം? വത്തിക്കാൻ. സ്റ്റാമ്പ് ശേഖരണം അറിയപ്പെടുന്ന ശാസ്ത്രീയ നാമം? ഫിലാറ്റലി. ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. ഏതു വർഷം മുതലാണ് PN പണിക്കരുടെ ജന്മദിനം വായനാ ദിനമായി ആചരിക്കുന്നത്? 2017. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ? ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഉത്തരം O. ചന്തുമേനോൻ. കേരള ഗ്രന്ഥശാല സംഘം ഏതു വർഷമാണ് ആരംഭിച്ചത്? ഉത്തരം 1945. മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ധനപത്രം? ഉത്തരം ദീപിക. കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം കേരള സർവകലാശാല ലൈബ്രറി. ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കാൻ ആരംഭിച്ച പദ്ധതി? ഉത്തരം ഉണർവ്.